ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് വിശേഷം? നല്ല വിശേഷമാണെന്ന് കമൻറ്റ് ഇടേ. ആരും നല്ല വിശേഷമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ കമൻ്റൊക്കെ ഇടുക കേട്ടോ. സുഖമാവട്ടെ, എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ പൂക്കളം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരം വൈകിട്ടുണ്ട് പൂവിടാനൊക്കെ. നേരം വൈകിട്ടാണ് നീച്ചത്. എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ പഠിച്ച് തലവേദനയാണ്. അല്ലാണ്ട് അങ്ങോട്ട് സ്ട്രെയിൻ കൊടുത്തിട്ടാണ് പഠിക്കണത്. അപ്പോൾ നല്ല തലവേദന അവൾക്ക്. ഈ പരീക്ഷ തുടങ്ങിയ പിന്നെ തലവേദന തന്നെയാണ്. അപ്പോൾ നീക്കാനൊക്കെ നേരം വൈകി. അപ്പോൾ എന്താ പൂക്കളം ഇടുകയാണ്. സുഡു കൊണ്ടിട്ട് കൂടെ. അപ്പോൾ ഞാൻ അതിനോട് പറയുക, ഈയും കൂടിക്കോ പൂക്കളം ഇടാൻ ഉണ്ണിമോളെ കൂടെ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ അവൾ സുഡുവിൻ്റെ അടുത്ത് ഓരോന്ന് പറയാട്ടോ. അപ്പോൾ ചായക്ക് കടി നീർദോശയാണ്. ദോശ ഇങ്ങനെ ചുറ്റും കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് പൂവിടുന്നതൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദോശ ഇങ്ങനെ മുരിഞ്ഞ് പോയിട്ടാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ സുഡുവിന് ഇട്ട് കൊടുത്തു. സുഡുവിന് പിന്നെ എന്തും കയറുമല്ലോ. എന്താ വെച്ചാൽ ഇഡ്ഡലി കഴിക്കും, ചപ്പാത്തി കഴിക്കും, പുട്ട് എന്ത് വേണമെങ്കിലും അവൻ കൊടുത്താൽ കഴിക്കും. അതാണ് നമ്മുടെ സുഡു. അങ്ങനെ കുഞ്ഞോളും നീച്ചു. കുഞ്ഞോളനെ പൂവിടാൻ വേണ്ടിയിട്ട് അവൾ നീപ്പിച്ചു. അപ്പോൾ അവൾ നീച്ചില്ല. ഇപ്പോൾ ഉറക്കപ്പിച്ചിൽ വന്നിട്ട് പൂവിടാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിമോള് ചീത്ത പറയുന്നുണ്ട്, ഈ ഉറക്കപ്പിച്ചിൽ വന്നിട്ട് ഒക്കെ കോളാക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാല് തരുന്ന ചേച്ചിയാണ് ആ പോണത് കേട്ടോ. അങ്ങനെ ഏട്ടത്തി അനിയത്തിയും കൂടിയിട്ട് പൂക്കളൊക്കെ ഒരു വിധം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ? കാണാനൊരു രസമൊക്കെ തന്നെയാണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താ വെച്ചെങ്കിൽ ഇന്നലെ ഞാൻ നേരത്തെ വീഡിയോ ഇടാൻ കാരണം ഈ കാരണമൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാട്ടാ, പെട്ടെന്ന് എനിക്ക് വീട്ടിലേക്ക് പോവേണ്ടി വന്നു. പോകാനുള്ള കാരണം ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫൈസീനെ ഞാൻ മദ്രസയിൽ പറഞ്ഞയച്ചു കേട്ടോ. അവനെ മദ്രസയിൽ പോവാണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുക തന്നെയാണ്. പാട്ട് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അവിടെ ചെല്ലി നോക്കണ്ടേ. അപ്പോൾ ഞാൻ നല്ല ചീത്തൊക്കെ പറഞ്ഞിട്ട് തന്നെ നീക്കണേ ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നീപ്പിച്ച് അവനെ പറഞ്ഞയച്ചു. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ മക്കൾക്കുള്ളത് എന്താ വെച്ചിങ്ങനെ മുട്ട റോസ്റ്റ് മാതിരി ഉണ്ടാക്കി കേട്ടോ. സബോള കൊണ്ടൊക്കെ അങ്ങനെ കൊത്തിപ്പൊരി മാതിരി. അതാണ് ഇന്ന് ചായക്ക് കടി. അപ്പോൾ കുട്ടികൾ പിന്നെ അവിടെ രണ്ടാളും ചോറ് മേടിച്ച് കഴിക്കും. മണലത്ര സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇതൊക്കെ ആക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. ഉമ്മാക്ക് ഇന്നലെ തലവേദനയും പനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത്ര അങ്ങോട്ട് സീരിയസ് ആവുമെന്ന് വിചാരിച്ചില്ല. ഉപ്പാടെ പനിയൊക്കെ മാറിയപ്പോൾ അത് ഉമ്മാക്ക് കിട്ടി. ഉപ്പാടെ കുറവായിട്ട് അപ്പാടെ ഒന്ന് ഭേദമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്ക് പനിയായിട്ട് നല്ല പൊള്ളണ പനിയായിരുന്നു. ഇന്ന് രാവിലെ ആശുപത്രിക്കൊക്കെ കൊണ്ടുപോയി അങ്ങനെ നീച്ചിക്കാൻ വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വീട്ടിലേക്ക്. ഒരു പണി കഴിഞ്ഞിട്ടില്ല, ചോറ് വെച്ചിട്ടില്ല, കൂട്ടാൻ വെച്ചിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഉമ്മ അവിടെ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വെച്ചെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോവാനും പറ്റില്ല. ഉണ്ണിമോൾക്ക് ഉച്ചയ്ക്കല്ലേ എക്സാം, ഇംഗ്ലീഷാണ് കേട്ടോ എക്സാം. അപ്പോൾ അവൾക്ക് ചോറും ഇതൊക്കെ കൊടുക്കണ്ടേ. പിന്നെ കച്ചവടത്തിന് പോയേക്കാണ്. വരുമ്പോൾ കൂട്ടാനൊക്കെ ആവണ്ടേ. പട്ടി കുരയ്ക്കുന്നുണ്ട് കേട്ടോ അവിടെ. എന്താണാവോ പട്ടി കുരയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം ഞങ്ങൾക്ക് വീഡിയോയിൽ. അങ്ങനെ ഒരു വിധം യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഈ അംഗം നോക്കിയേ, ഇവർ രണ്ടാളും ഇവള് മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവനെന്താ ചെയ്ത് വെച്ചിങ്ങനെ പിരികൊക്കെ എഴുതി, ഒരു പിരിക എഴുതിയേക്കുക. ഇവള് എഴുതി കൊടുക്കുമ്പോൾ ഉണ്ണിമോള് ചോദിക്കുന്നുണ്ട്, ഉമ്മച്ചി ഏതാ ചെക്കതാ ഒരു പിരികത്തുമ്പോൾ കരിയൊക്കെ വെച്ച് തേമ്പിയേക്കണു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണൊക്കെ തേച്ച് ഒക്കെ ചിരി വരിക ചെയ്തിട്ട്, അടിച്ചൊന്നും ചെയ്തില്ലേക്ക് ഭയങ്കര ചിരി വരിക. അവർ മേക്കപ്പ് ചെയ്യല്ലേ. അപ്പോൾ ഇവന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അംഗമാണ് ഇപ്പോൾ കാട്ടിയത് കേട്ടോ. അങ്ങനെ സ്കൂളിൽ പോണ നേരത്തെ ഞാൻ ചീത്ത പറയാനും തല്ലാനും ഒന്നും നിന്നില്ല. എന്തെങ്കിലായിക്കോട്ടെ, അതൊക്കെ കഴുകിയ പോവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി കളഞ്ഞിട്ട് അവർ സ്കൂളിലൊക്കെ പോയി വന്ന് ഞാൻ ചായയൊക്കെ കുടിച്ച്. ഇപ്പോൾ ഈ അംഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാനിൻ്റെ മുകളിലുള്ള പൊടിയും ചളിയും കണ്ടില്ലേ, എന്തോരം പൊടി വെച്ചിട്ടാണ് മാറാലെ പിടിച്ച് കറുത്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ചടപടേന്ന് ഇങ്ങനെ കൂട്ടാനായി ഒക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ആ ഒരു മൂടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പരിപ്പും തക്കാളിയാണ് ഉള്ളി മുളകും കുത്തി തുടക്കിലൊക്കെ അങ്ങോട്ട് വേഗം കഴിച്ചു. മീൻ പൊരിച്ചു. കുഞ്ഞിച്ചാള തന്നെയാണ്. അത് വേഗം നന്നാക്കി ഒരു ലേശം എടുത്തിട്ട് വേഗം നന്നാക്കി ഒക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ അനിയൻ വന്നിട്ട് എന്നെ വിളിക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞു, താത്ത വാച്ചൊക്കെ മേടിച്ചു ഇന്നലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വാച്ചൊക്കെ ഞാൻ നോക്കട്ടെ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉപ്പ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുല്ലൊക്കെ എരിഞ്ഞ് വന്ന്
അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ റെസ്റ്റ് എടുക്കില്ലേ, ഈ പണി തന്നെ പണി. ഉമ്മ അവിടെ കിടക്കുന്നുണ്ട് വയ്യാണ്ട്. അപ്പോൾ ഞാൻ വന്നതും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് എന്താ പാസ്പോർട്ട് വന്നു കേട്ടോ. ഉണ്ണിയുടെ വക ഉമ്മാക്ക് ഒരു പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇന്നാണ് വന്നത്. ഞാൻ വന്ന് കയറിയതും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് അത് വന്നു കേട്ടോ. അങ്ങനെ അവർ ചോറൊക്കെ കഴിച്ചു. ചോറ് കഞ്ഞി മേടിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞിയൊക്കെ കഴിച്ചിട്ടാട്ടോ അവർ കിടക്കണത്. അങ്ങനെ ഞാൻ ഇത്തിരി 3 നാഴി അരിയൊക്കെ ഇട്ടിട്ട് ചോറ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കൂട്ടാനിപ്പോൾ ഇവർക്കൊക്കെ പനിയാണ്. അപ്പോൾ നമുക്ക് ഇറച്ചിയും മീനൊന്നും അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വായിക്ക് രുചിയായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മുരിങ്ങയുടെ ഇല കൂട്ടാൻ വെക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ അടുപ്പത്തിടുകയാണ്. ഉമ്മ അവിടെ മുരിങ്ങയുടെ ഇലയ്ക്ക് ഊരി തരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് പിന്നെ ചിക്കൻ ഇതൊക്കെ തന്നെ ഇഷ്ടം. പക്ഷേ മുരിങ്ങയുടെ ഇല നല്ല ഇഷ്ടം തന്നെ കേട്ടോ. അവന് ഉള്ളി മുളകും കുത്തി തൂമിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അരി അടുപ്പത്തിട്ടു. വന്നിട്ട് ഞാൻ കുറച്ച് ചില്ലറ പണികളൊക്കെ ചെയ്തു കേട്ടോ. എന്താ വെച്ചിങ്ങനെ ബാത്റൂമൊക്കെ കഴുകി അവിടെ കടിച്ചു വാരി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഉമ്മതാ മുരിങ്ങയുടെ ഇല ഊരി തരുന്നുണ്ട് കേട്ടോ. ഉമ്മാക്ക് വയ്യ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീട്ടിലിരിക്കാനൊന്നും ഒരു സ്വൈരം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അവിടെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വരുന്നത്. പിന്നെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാവും. അവിടെ കച്ചവടം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോരുമ്പോൾ അവിടെ ഇല്ല കേട്ടോ. ഇടയ്ക്ക് കൊണ്ടുകൊടുക്കാൻ പോയിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മ ഒക്കെ ഊരി തന്നു. പിന്നെ അവൻ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവനോട് നിസ്കരിക്കാൻ പറഞ്ഞു ഉമ്മയും. അവൻ ലോഹർ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ അവനോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് പള്ളിയൊക്കെ ഉണ്ട്. അവൻ അങ്ങോട്ട് പോയി നിസ്കരിക്കും പോയിട്ട്. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് വേഗം തുടച്ചു വിട്ടാൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. ഉപ്പ ഇല്ല അവിടെ. ഉപ്പ കടയ്ക്ക് പോയി കേട്ടോ. അപ്പോൾ വരുമ്പോഴത്തേനും വേഗം അങ്ങോട്ട് തുടക്കൽ കഴിക്കാൻ വെച്ചിട്ട് എനിക്കാച്ചിങ്ങനെ തുടച്ചതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും കൂടെ നടക്കേണ്ടത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അത് ഇവിടെ ആയാലും അതെ, എൻ്റെ വീട്ടിലായാലും അതെ. ഇക്കാക്ക് എപ്പോഴും ഞാൻ തുടയ്ക്കുമ്പോൾ കയറി വരില്ല പണി. അപ്പം ഞാൻ വേഗം അങ്ങോട്ട് തുടയ്ക്കും. ഞാൻ ചീത്തൊക്കെ പറയിട്ട് നിങ്ങൾ ഒരു ഭാഗത്ത് ഇരിക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല പണി. എനിക്കാച്ചിങ്ങനെ തുടച്ച കൂടെ നടക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയിട്ടാ. അങ്ങനെ വേഗം അങ്ങോട്ട് തുടച്ചെടുത്തു. അപ്പോൾ ഇതൊക്കെ ഒരു മെസ്സേജാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ വെച്ചെങ്കിൽ ഉമ്മാർക്കൊക്കെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ചെന്ന് മക്കളൊക്കെ സഹായിക്കുക. ഓടിച്ചെന്ന് പകലേക്ക് കെട്ടിച്ചു കൊടുത്തപ്പോൾ എന്താ ചെയ്യാല്ലേ. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് അടുത്തേക്ക് കെട്ടിച്ച കാരണം രക്ഷപ്പെട്ടു കേട്ടോ. ഒരു 5 കിലോമീറ്ററുള്ളൂ ബൈക്കിൽ. ഗേറ്റ് പെട്ട് കഴിഞ്ഞാലാണ് ഭയങ്കര പ്രയാസം. ഗേറ്റ് പെടാണ്ടും വരികയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഗേറ്റ് പെടാണ്ട് വരുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കല്ലംകുണ്ട് വഴി കൂടെ വരികയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കൂടെ വന്നു കഴിഞ്ഞാൽ ഗേറ്റ് പെടുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടേക്ക് വീട്ടിലേക്ക് വരിക. അപ്പോൾ പെട്ടെന്ന് എത്തുകയൊക്കെ ചെയ്യും. സ്പീഡിൽ അങ്ങോട്ട് പോന്നാൽ മതി. അപ്പോൾ ഉണ്ണിയുടെ കൂടെ ഇങ്ങോട്ട് എത്തിയത് അറിഞ്ഞില്ല കേട്ടോ. എന്ത് പെട്ടെന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് എത്തിയെന്ന് അറിയാം. നല്ല സ്പീഡിൽ അവൻ പടച്ച് വിട്ടുട്ടാ. എന്താ ബുള്ളറ്റുമ്മേ കേച്ചിങ്ങനെ ബുള്ളറ്റിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ലോങ്ങ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ബൈക്ക് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാറിൽ അങ്ങനെ പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു വിധം അങ്ങോട്ട് തുടച്ച് എല്ലാ സ്ഥലമൊക്കെ അങ്ങോട്ട് തുടച്ചെടുത്തു. ചളിയൊന്നും ഇല്ല വല്ലാണ്ട്. ഒരു 3 ആളല്ലേ ഉള്ളൂ. എന്നാലും തുടച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് കൂട്ടാൻ വെക്കാനായിട്ട് പരിപ്പ് ഞാൻ കുക്കറിൽ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയ്ക്ക് കുറച്ച് മുരിങ്ങയുടെ ഇല പൊട്ടിച്ച് തന്നിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ അതാ പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിയാൻ വേണ്ടിയിട്ടുള്ള എളുപ്പം ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അത് ഉമ്മാക്ക് പറ്റണില്ല കേട്ടോ. ഉമ്മ പറയും എനിക്കൊന്നും പറ്റണില്ല, അത് ഉപ്പ പോയി മാറ്റിയിട്ട് വേറെ മേടിച്ച് തന്നാൽ മതി പറഞ്ഞിട്ട് അത് അങ്ങനെ വെച്ചേക്കാം കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് തിരുമ്പാനുണ്ട്. അവൻ്റെ ഡ്രസ്സും ഉണ്ട്, പിന്നെ ഉമ്മയുടെ കുറച്ച് ഇപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് ഒക്കെ കൂടിയിട്ട് ഇടണ്ട പറയുകയാണേ. അപ്പോൾ അവൻ്റെ മാറ്റി വെച്ചേക്കുക. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അപ്പോൾ ഉമ്മ തന്നെയാണ് തിരുമ്പിയത്, ഞാനൊന്നല്ല കേട്ടോ. ഉമ്മ അവിടെ നിന്ന് തിരുമ്പൊക്കെ ചെയ്തു. ഞാനത് കൊണ്ടുപോയിട്ട് മുകളിൽ കൊണ്ട് തോരട്ടു കേട്ടോ. ഉമ്മാക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ പറ്റില്ല. മുകളിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ മഴ പെയ്താൽ പിന്നെ ഏത് നേരം ഓടിപ്പോയിട്ട് എടുക്കണ്ടല്ലോ. അപ്പോൾ ഉമ്മ പാല് കാച്ചിട്ടുണ്ടായിരുന്നു. പാല് കാച്ചിയിട്ട് ഇത്തിരി ഹോർലിക്സൊക്കെ കലക്കിയിട്ട് ഇക്കും അവനൊക്കെ തന്നു കേട്ടോ. അപ്പോൾ അതും കുടിക്കുന്നുണ്ട്. ഉള്ളി മുളകും കുത്തി തൂമിക്കുന്നുണ്ട് മുരിങ്ങയുടെ ഇല. അങ്ങനെ അതങ്ങോട്ട് കുടിച്ചപ്പോൾ ഒന്ന് ഉഷാറായി. എന്താ വെച്ചെങ്കിൽ രാവിലെ തൊട്ടുള്ള പണിയാണ് കേട്ടോ. പണിയാനൊന്നും എനിക്കൊരു മടിയില്ല കേട്ടോ. എത്ര വേണമെങ്കിലും പണിയും. എന്താ വെച്ചെങ്കിൽ വയ്യായൊന്നും ഇല്ലാതിരുന്നാൽ മതി. അങ്ങനെ തൂമിച്ചേന്ന് കുറച്ച് എടുത്തിട്ട് ചമ്മന്തിക്ക് റെഡിയാക്കിയതാണ് കേട്ടോ. ഉണ്ണിക്കൊക്കെ ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ഉമ്മ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അപ്പോൾ എൻ്റെ കൈ കൈ കൊണ്ട് തിരുമ്പാൻ പറ്റണില്ല. ഇങ്ങനെ ഞെരട് പറയും, ചിലർ തിരുമ്പുക എന്ന് പറയും. അങ്ങനെ ഓരോ ഭാഷകളൊക്കെ അല്ലേ ഓരോ സ്ഥലത്ത്. അപ്പോൾ പൊള്ളണ കാരണം ഞാൻ ടീസ്പൂൺ എടുത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയപ്പോൾ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ.
അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോവാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഉപ്പ ഇതാ പോത്തിനൊക്കെ പാടത്ത് കൊണ്ട് കെട്ടിയിട്ട് വരികയാണ്. എന്താ വെച്ചെങ്കിൽ ഇതൊക്കെ കാരണമാണ് ഇന്നലെ ഞാൻ വീഡിയോ നേരത്തെ ഇട്ടത്. ഇങ്ങോട്ട് വരുന്ന കാരണം അതാണ് കേട്ടോ. 2 മണി മുന്നേ ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ഉണ്ണിയാണ് എന്നെ കൊണ്ടാക്കണത്. അപ്പോൾ ഉപ്പ എന്താ പോത്തിനൊക്കെ പാടത്ത് കൊണ്ട് കെട്ടി കുളിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പോത്തിനൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാട്ടാ. പോത്ത് പാടത്ത് കെട്ടിയപ്പോൾ അവിടെയൊക്കെ ഇത് തിന്നെയാണ്. മേലൊക്കെ ചാണകമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ ഒന്ന് തിന്നണുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് നല്ലത് കണ്ടപ്പോൾ പാടും അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.